ഈ കാലഘട്ടത്തിൽ എല്ലാവരും ബാങ്കിംഗ് മേഖലയായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. വായ്പ എടുക്കുവാൻ, അതുപോലെ തന്നെ മറ്റ് പണപരമായ ട്രാൻസാക്ഷനുകൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. നമ്മൾ നിത്യേന വാർത്തകളിൽ കേൾക്കാറുള്ളതാണ്. റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, പണപ്പെരുപ്പ് അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ റേറ്റ് കുറച്ചു, കൂട്ടി തുടങ്ങിയ പല കാര്യങ്ങളും നമ്മൾ നിത്യേന വാർത്തകളിൽ കേൾക്കാറുള്ളതാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത വായ്പയിലും കൂടാതെ നമ്മളുടെ നിത്യേനയുള്ള വില വർധനവിലും എല്ലാം കാരണമാകുന്നതാണ്. എന്നാൽ പലർക്കും ഇതെന്താണ് ഈ റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പലർക്കും അറിയില്ല. ഞാൻ ക്ലിൻസ് മണിവെളിയിൽ. വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനാബിൾ ചെയ്യുക. നമുക്ക് കുറച്ച് പണത്തിന് ആവശ്യം വരുമ്പോൾ നമ്മൾ സാധാരണ എന്തുവാ ചെയ്യുന്നത്? തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബാങ്കിനെ പോയി സമീപിക്കും വായ്പ എടുക്കാൻ. ഇതിന് ഈടായിട്ട് നമ്മൾ നൽകുന്ന കെട്ടിടം, നമ്മുടെ മറ്റു വസ്തുക്കൾ, അല്ലെങ്കിൽ നമ്മുടെ ലിക്വിഡ് സെക്യൂരിറ്റീസ് ആയ LIC, ബാങ്ക് ഡിപ്പോസിറ്റ് തുടങ്ങിയവയാണ്. ഇതുപോലെ ബാങ്കുകൾക്ക് വായ്പയ്ക്ക് ആവശ്യം വരും, ഫണ്ടിന് ആവശ്യം വരും. അപ്പോൾ ബാങ്ക് സമീപിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ്. ഇങ്ങനെ ബാങ്കുകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് വായ്പ എടുക്കുമ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു പലിശ ഈ ബാങ്കുകളിൽ നിന്ന് ഈടാക്കും. ഈ പലിശയ്ക്കാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് മറ്റു ആവശ്യങ്ങൾക്കായി പണം ആവശ്യം കൂടുതലായി വരുമ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചെയ്യുന്നത് മറ്റു ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കാൻ ശ്രമിക്കും. ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മറ്റ് ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കുമ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആ വായ്പ എടുക്കുന്ന ഏത് ബാങ്കിനാണോ ആ ബാങ്കിന് പലിശ നൽകേണ്ടി വരും. ഇതാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഈ റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റും നിരക്ക് കൂട്ടുന്നതും കുറയ്ക്കുന്നതും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ നിത്യജീവിതത്തിലെ വിലക്കയറ്റത്തിനും കൂടാതെ നമ്മളെടുത്ത വായ്പയിലും എല്ലാം ഇത് വളരെ രീതിയിൽ ബാധിക്കും. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൂടുതൽ പണം ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ ബാങ്കുകളിൽ കൂടുതൽ പണം വന്നു ചേരും. ഇങ്ങനെ ബാങ്കുകൾക്ക് കൂടുതൽ പണം വന്നു ചേരുമ്പോൾ ബാങ്കുകൾ തങ്ങളുടെ ലാഭത്തിനായി ഈ പണം മറ്റു വായ്പകളായിട്ട് നൽകും. ബിസിനസ്സുകാർക്കും സാധാരണപ്പെട്ടവർക്കും അപ്പോൾ കൂടുതൽ വായ്പകൾ ലഭിക്കും. ബിസിനസ്സുകാരിലേക്കും സാധാരണക്കാരിലും ഇത് കൂടുതൽ പണം എത്തിച്ചേരുവാൻ കാരണമാകും. ഇങ്ങനെ സാധാരണക്കാരിലും ബിസിനസ്സുകാരിലും കൂടുതൽ പണം എത്തിച്ചേരുമ്പോൾ മാർക്കറ്റിൽ പണത്തിന്റെ ലഭ്യത കൂടും. അങ്ങനെ പർച്ചേസിംഗ് കപ്പാസിറ്റി, ആളുകളുടെ പർച്ചേസിംഗ് കപ്പാസിറ്റി കൂടുമ്പോൾ ഇവർ ഒത്തിരി സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ ആരംഭിക്കും. നമ്മളുടെ കൈ കൂടുതൽ പണം വന്നു ചേരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് കൈ വെച്ചോണ്ടിരിക്കും? ഒരിക്കലും ഇല്ല. നമ്മൾ കൂടുതൽ സാധനങ്ങൾ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ ആളുകളുടെ കയ്യിൽ കൂടുതൽ പണം വന്നു ചേരുമ്പോൾ അവർ കൂടുതൽ പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യും. ഇങ്ങനെ കൂടുതൽ പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ഈ പ്രൊഡക്ട്സിന്റെ അവൈലബിലിറ്റി മാർക്കറ്റിൽ കുറയും. അതായത് ഒത്തിരി ആളുകൾ പ്രൊഡക്ട്സ് കൂടുതൽ വാങ്ങുമ്പോൾ ആ പ്രൊഡക്ട്സിന്റെ എണ്ണം കുറയും. എന്നാൽ പണത്തിന്റെ ലഭ്യത വളരെ കൂടുതലുമാണ്. ഇങ്ങനെയുള്ള അവസ്ഥയിൽ ആ പ്രൊഡക്ട്സ് വിൽക്കുന്ന വ്യക്തി, ആ നിർമ്മാതാവ് ആ പ്രൊഡക്റ്റിന് വില കൂട്ടുവാൻ നിർബന്ധിതമാകും. ഇത് മാർക്കറ്റിലെ വസ്തുക്കളിൽ വിലക്കയറ്റത്തിന് ഇടയാകും. ഇതിനാണ് നമ്മൾ പണപ്പെരുപ്പ് അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്. എല്ലാവരിലേക്കും കൂടുതൽ പണം വന്നു ചേരുമ്പോൾ നമ്മൾ എല്ലാവരും കൂടുതൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യും. കൂടുതൽ പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ആ പ്രൊഡക്ട്സിന്റെ അവൈലബിലിറ്റി മാർക്കറ്റിൽ കുറയുകയും ആ മാർക്കറ്റിൽ ഈ പ്രൊഡക്ട്സ് വിൽക്കുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ ആളുകൾക്ക് ആ പ്രൊഡക്ട്സിന്റെ വില കൂട്ടാൻ അവർ നിർബന്ധിതമാകും. ഇങ്ങനെ നിർബന്ധിതമാകുമ്പോൾ വിലക്കയറ്റത്തിനിടയായി തീരും. ഇങ്ങനെ ഉണ്ടാകുന്ന വിലക്കയറ്റം പൊതുജനങ്ങളെ വളരെ രീതിയിൽ ബാധിക്കും. ഈ വിലക്കയറ്റം കുറയ്ക്കാൻ വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചെയ്യുന്നതാണ് റിപ്പോ റേറ്റ് അങ്ങ് ഉയർത്തും. ഈ റിപ്പോ റേറ്റ് ഉയർത്തുമ്പോൾ എന്തോ സംഭവിക്കുന്നു വെച്ചാൽ ബാങ്കുകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് വായ്പ എടുക്കുന്നത് കുറയ്ക്കും. തൽഫലം ബാങ്കുകളിൽ പണം കുന്നുകൂടുന്നത് കുറയുകയും ഇവർ വായ്പ പുറത്തേക്ക് നൽകുന്നതും കുറയുകയും ചെയ്യും. ഇങ്ങനെ വായ്പകൾ സാധാരണക്കാരിലേക്കും ബിസിനസ്സുകാരിലേക്കും ചെല്ലുന്നത് കുറയുന്നതോടുകൂടി മാർക്കറ്റിലെ പണലഭ്യത കുറയുകയും ആളുകളുടെ പർച്ചേസിംഗ് കപ്പാസിറ്റി കുറയുകയും ചെയ്യും. ഈ പർച്ചേസിംഗ് കപ്പാസിറ്റി കുറയുമ്പോൾ ആളുകൾ കൂടുതൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കലി കുറയും. ഇങ്ങനെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ റേറ്റ് ഉയർത്തുന്നതിൽ കൂടെ മാർക്കറ്റിലെ വില നിയന്ത്രണം സാധ്യമാക്കുന്നത്. എന്നാൽ ചില സമയങ്ങളിൽ മാർക്കറ്റിൽ കൂടുതൽ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സാധനങ്ങൾ വന്ന് കെട്ടിക്കിടക്കുകയും അത് വാങ്ങാൻ ആളുകൾക്ക് പണമില്ലാത്തൊരവസ്ഥയും എത്തും. ഇത് നിയന്ത്രിക്കാൻ വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചെയ്യുന്നു പറയുന്നത് ഈ റിപ്പോ റേറ്റ് അങ്ങ് വളരെയധികം കുറയ്ക്കും. ഈ റിപ്പോ റേറ്റ് കുറയ്ക്കുക കഴിയുമ്പോൾ ബാങ്കുകൾ കൂടുതൽ വായ്പ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് എടുക്കും. അങ്ങനെ ബാങ്കുകളിൽ കൂടുതൽ പണം വന്ന് എത്തിച്ചേരും. തൽഫലം ബാങ്കുകൾ കൂടുതൽ വായ്പ സാധാരണക്കാരിലേക്കും ബിസിനസ്സുകാരിലേക്കും നൽകും. അത് മാർക്കറ്റിൽ കൂടുതൽ പണലഭ്യത കൂടുവാനും പർച്ചേസിംഗ് കപ്പാസിറ്റി കൂട്ടുവാനും കാരണമാകും. ഇങ്ങനെ രണ്ട് രീതിയിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ റേറ്റ് കുറയ്ക്കാനും കൂട്ടുവാനും കാരണമായി തീരുന്നത്. ഒരു കൺക്ലൂഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. ബാങ്കുകൾക്ക് കൂടുതൽ പണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നൽകും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നൽകുമ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു പലിശ ഈടാക്കും. അതാണ് റിപ്പോ റേറ്റ്. ഈ റിപ്പോ റേറ്റ് റിസർവ് ബാങ്ക് ഓഫ് ഉയർത്താനുള്ള കാരണം കൂടുതൽ പണം ബാങ്കുകളിൽ എത്തിച്ചേരുമ്പോൾ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി ബാങ്കുകൾ മറ്റുള്ളവർക്ക് കൂടുതൽ വായ്പ നൽകും. അത് ബിസിനസ്സുകാരിലേക്കും സാധാരണക്കാരിലേക്കും കൂടുതൽ പണത്തിന്റെ ലഭ്യതയാകും. ഇത് അവരുടെ പർച്ചേസിംഗ് കപ്പാസിറ്റി കൂട്ടും. പർച്ചേസിംഗ് കപ്പാസിറ്റി കൂട്ടുമ്പോൾ അവർ കൂടുതൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യും. ഓട്ടോമാറ്റിക്കലി പ്രൊഡക്ട്സിന്റെ മാർക്കറ്റിൽ അവൈലബിലിറ്റി കുറയും. അവൈലബിലിറ്റി കുറയുമ്പോൾ ആ നിർമ്മാതാക്കൾ ആ പ്രൊഡക്റ്റിന്റെ വില കൂട്ടും. ഇത്
മാർക്കറ്റിൽ വിലക്കയറ്റത്തിന് ഇടയാകും. ഇത് കുറയ്ക്കാൻ വേണ്ടി റിപ്പോ റേറ്റ് കൂട്ടും. റിപ്പോ റേറ്റ് കൂട്ടുമ്പോൾ ബാങ്കുകൾക്ക് കൂടുതൽ വായ്പ എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും. അവർ മറ്റുള്ളവർക്ക് വായ്പ നൽകുന്നത് കുറയ്ക്കുകയും മാർക്കറ്റിൽ പണത്തിൻ്റെ ലഭ്യത കുറയുകയും ചെയ്യും. വില നിയന്ത്രണ വിധേയമാവുകയും ചെയ്യും. എങ്കിൽ പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.